ഞാൻ ഹസ്കറിനോട് എവിടെയെല്ലാം യോജിക്കാൻ പറ്റും അവിടെയൊക്കെ യോജിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹം നിർബാധം എന്നെ അദ്ദേഹത്തിനോട് എതിർക്കാനുള്ള ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം എത്തിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, അദ്ദേഹം പറഞ്ഞ 2-3 പോയിന്റ് CPM-ന്റെ നയമാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കടം മേടിക്കൽ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരം കടം മേടിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാളും കടബാധ്യത കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം വളരുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വിദേശ നാണ്യം ഒക്കെ ഇങ്ങോട്ട് വരുമ്പോഴും ഇത്രയേറെ വികസന സാധ്യത ഉള്ളപ്പോഴും എന്തിനാണ് ഇത്രയേറെ കടം മേടിക്കുന്നത്? അടുത്ത തലമുറയെ വരെ അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ സ്വപ്നത്തെ എല്ലാം പൂർണ്ണമായും ഏതോ വിദേശികൾക്കെല്ലാം, കാരണം മസാല ബോണ്ടൊക്കെയാണല്ലോ കൊടുത്തേക്കുന്നത്, വിദേശികൾക്ക് പണയം വെച്ചുകൊണ്ട് അടുത്ത തലമുറയെ വരെ പണയാധാരമാക്കി വെച്ചിട്ടുള്ള ഒരു സർക്കാരാണത്. അതിലും ഒരു വലിയ ഒരു തെറ്റായ രീതിയിലുള്ള സന്ദേശം അദ്ദേഹം നൽകിയത്, അത് അസ്കറിന്റെ ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ ആണെങ്കിലും അത് വളരെ തെറ്റായ ഒരു സാമ്പത്തിക നയമാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹം പറഞ്ഞത് GCC രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇവിടെ സാമ്പത്തിക ചലനം ഉണ്ടാക്കിയെന്ന്. ഒരു പരിധിവരെ സാമ്പത്തിക ചലനം ഉണ്ടാക്കി എന്നുള്ള വാദഗതി അംഗീകരിച്ചാൽ തന്നെ സാമ്പത്തികമായി ഉൽപാദനം നടത്താതെ ഒരു സംസ്ഥാനത്തും വികസനം ഉണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കുന്ന, ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്, രീതിയാണ്. ഒരു സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇല്ലാതെ ഒരു സർവീസ് സെക്ടർ മാത്രം വികസിച്ചുകൊണ്ട് ഒരു രാജ്യത്തും വലിയ കാര്യമായിട്ടുള്ള വികസനം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വികസന പദ്ധതി കേരളത്തിനോ ഒരു രാജ്യത്തിനോ യോജിച്ചതല്ല. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഈ ജനങ്ങൾ മുഴുവൻ പഠിച്ച് നോളജ് സിറ്റി വിദേശത്തേക്ക് പോയി പണിയെടുത്തതിന് ശേഷം റിട്ടയർമെന്റിന് അവർ കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. എന്തൊരു അബദ്ധധാരണയാണ്! ഈ കേരളത്തെ ഒരു വൃദ്ധസദനമാക്കിക്കൊണ്ട്, ഈ കേരളത്തെ മുഴുവൻ കഴിവുള്ള, തൊഴിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആ ഏജ് ഗ്രൂപ്പിലുള്ള യുവാക്കളുടെ കഴിവും അവരുടെ ബുദ്ധിപരമായ സാമർഥ്യവും ആരോഗ്യവുമെല്ലാം വിദേശ രാജ്യങ്ങളെ വികസിപ്പിക്കുവാൻ എടുത്തുകൊണ്ട് അവർ വൃദ്ധരാകുമ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് വൃദ്ധസദനത്തിനുള്ള റിട്ടയർമെന്റ് സ്കീമുമായിട്ട് കേരളം ജീവിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഹസ്കറും ആഗ്രഹിക്കണമെങ്കിൽ ആ ആഗ്രഹത്തെ ഞങ്ങൾക്ക് പൂർണ്ണമായും തള്ളേണ്ടി വരും. ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള ആഗ്രഹമുള്ള മലയാളികൾക്കെതിരെയും BJPക്കും ഇവിടെ കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിൽക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. നമുക്ക് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ സംസ്ഥാനത്തിൽ ഞാൻ ഒരു കണക്കൂടി പറയാം. ഗിഫ്റ്റ് സിറ്റി, ഈ സംസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടാണോ BJP സർക്കാർ ഗിഫ്റ്റ് സിറ്റി അനുവദിച്ചത്? നരേന്ദ്രമോദി സർക്കാർ ഗുജറാത്തിലും കേരളത്തിലും മാത്രമല്ലേ ഗിഫ്റ്റ് സിറ്റി അനുവദിച്ചത്? അത് ഇന്ത്യയിലെ ഗുജറാത്തില് അതിന്റെ എക്കണോമി എത്രയേറെ വളർന്നിരിക്കുന്നു. ഞാൻ കണക്കുകൾ ദീർഘമായൊന്നും പറയുന്നില്ല. അവിടെ സെക്കൻഡ് ഫേസ് ആരംഭിച്ചു. ഇവിടെ സ്ഥലം പോലും ഏറ്റുകൊടുത്തിട്ടില്ല. ബഹുമാന്യനായ നമ്മളുടെ ലുലുവിന്റെ മുതലാളി യൂസഫ് അലി, അദ്ദേഹം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ വിമർശനം ഉന്നയിച്ചു. ഇവിടെ ഗിഫ്റ്റ് സിറ്റി നടക്കാൻ പോയിട്ട് അവിടെ ഒരു തറക്കല്ലിടാനോ സ്ഥലങ്ങൾ പോലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഗുജറാത്ത് നോക്കൂ, 2ാം പദ്ധതിയായി മാറിയിരിക്കുന്നു. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. സിംഗപ്പൂരിനേക്കാൾ വികസിത രാജ്യമായിരിക്കുന്നു. എത്രയോ പേർക്ക് തൊഴിൽ കിട്ടുന്നു. പക്ഷേ 6 വർഷമായിട്ട് ഈ ഗിഫ്റ്റ് സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇല അനക്കാൻ പറ്റാത്ത സർക്കാർ. ഈ സർക്കാരാണോ വിദേശ മൂലധനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഈ സർക്കാരാണോ യുവാക്കളുടെ തൊഴിലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഈ സർക്കാരാണോ നോളജ് സിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? വിദേശ സർവകലാശാലകളെ നിരന്തരമായി ഇവിടെ ഓടിച്ചിട്ട് ഇന്ന് എല്ലായിടത്തും വിദേശ സർവകലാശാല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഓൺലൈൻ പഠന കേന്ദ്രങ്ങൾ നടന്നപ്പോൾ ഇന്ന് നിങ്ങൾ വിദേശ സർവകലാശാലകളൊപ്പം നടക്കുന്നു. അത് കാരണം നിങ്ങളുടെ കമ്മ്യൂണിസം പോലെ തന്നെ തകർന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന് യോജിക്കാത്ത ചിന്താഗതിയുമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും ചിന്തകരും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം ചിന്താ പദ്ധതിയിൽ നിന്നുള്ള മോചനമായിരിക്കണം നവകേരള സഭ എടുക്കുന്നതെങ്കിൽ ശരിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഇത്തരത്തിലുള്ള വിദ്യാസുരന്മാരുടെ, മന്ത്രിമാരായ ചില വിദ്യാസുരന്മാരുടെ ചില സ്വപ്നങ്ങളും അവരുടെ ഒരു ഭരണ നേട്ടങ്ങൾക്ക് ഗുണകരമല്ലാത്ത, ഭാവിയിലെ മലയാളികൾക്ക് ഗുണകരമല്ലാത്ത വെറും തകർപ്പൻ പൊട്ടുകളപ്പൻ രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രമാണ് അവിടെ കേൾക്കാത്തത്. സാമ്പത്തിക കാര്യത്തിൽ ജ്ഞാനമുള്ള അത്തരം ആളുകളെയോ വികസന പദ്ധതികൾക്ക് വേണ്ട കൃത്യമായ പ്രവർത്തന പദ്ധതികളോ ഈ നവകേരള സഭയിൽ ഇല്ല എന്നുള്ളതാണ് ഓരോ മലയാളികളെയും ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം.